നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജിഹാദിസത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളം എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ്, ജിഹാദിസമൊക്കെ എത്രത്തോളം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് UAE ഒഫീഷ്യൽസ് എങ്ങനെയാണ് ഇത്തരം ജിഹാദിസത്തിനെതിരെ നിലപാടെടുക്കുന്നത്, അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ അതോറിറ്റി, അതായത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ത് നിലപാടാണ് ജിഹാദിസത്തിനെതിരെ എടുക്കുന്നത് എന്നും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ എക്സ് പോസ്റ്റ് കൂടി അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഏതായാലും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് വായിക്കുക. തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും എത്രത്തോളം ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാകും. എന്നാൽ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും UDF-ഉം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി സഖ്യമുണ്ടാക്കുക വഴി കേരളത്തെയും ഇന്ത്യയെയും ഒരുപോലെ അപകടത്തിലാക്കുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ നാം ഒരുമിച്ച് അണിനിരക്കണം. കപട മതേതരത്വത്തെ മറയാക്കി തീവ്ര ഇസ്ലാമിക സംഘടനകൾ ജനാധിപത്യ സംവിധാനങ്ങളിലും മാധ്യമങ്ങളിലും നുഴഞ്ഞു കയറി നിയന്ത്രണം നേടാൻ നടത്തുന്ന ശ്രമങ്ങളെ അനുവദിക്കരുത്. തീവ്രവാദവും ഭീകരതയും സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അവ നമ്മുടെ ജനാധിപത്യത്തെയും ജീവിത രീതിയെയും തകർക്കുന്നു. യൂറോപ്പിലും ആഫ്രിക്കയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ ഇതിന്റെ യഥാർത്ഥ പ്രത്യാഘാതം വ്യക്തമാകും. ഈ ഒരു പോസ്റ്റിനോടൊപ്പമാണ് വ്യക്തമായിട്ട് UAE ഒഫീഷ്യൽ ആയിട്ടുള്ള ഖാമിസ് അൽ ഹൊസാരിയുടെ ഒരു എക്സ് പോസ്റ്റ് കൂടി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പരിഭാഷയാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE എന്ത് നിലപാടാണ് ജിഹാദിസത്തിനെതിരെ എടുത്തിട്ടുള്ളത്, ആ നിലപാട് തന്നെ നമ്മുടെ കേരളത്തിലും സകല പാർട്ടികളും മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. മുസ്ലിം ബ്രദർഹുഡിനേക്ക് UAE പോലും നിരോധിച്ചതാണ്. എന്നാൽ ഇത് കോൺഗ്രസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടി നമുക്ക് ഈ ഒരു പോസ്റ്റിന് ശേഷം ഞാൻ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം. ഏതായാലും UAE ഒഫീഷ്യൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് എന്നതിന്റെ മലയാളം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE മുസ്ലിം ബ്രദർഹുഡ്, തുടർന്നൊക്കെ തന്നെ MB എന്നാണ് മുസ്ലിം ബ്രദർഹുഡിനെ ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്, UAE ഒഫീഷ്യൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയുക. MB പോലെയുള്ള രാഷ്ട്രീയ ഇസ്ലാം പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം ഈ ഗ്രൂപ്പുകൾ മതത്തെ രാഷ്ട്രീയ അധികാരത്തിനായുള്ള ഒരു ഉപകരണമായി ചൂഷണം ചെയ്യുന്നു. മതപരമായ ഒരു മുഖം മൂടിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുമ്പോൾ സമൂഹത്തിലും സംസ്ഥാന സ്ഥാപനങ്ങളിലും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. മുസ്ലിം ബ്രദർഹുഡ് സമൂഹങ്ങളിലേക്ക് സ്വയം കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നു. യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, വിദ്യാഭ്യാസത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നുഴഞ്ഞു കയറുക, മാധ്യമങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളെയും പോലും ഉപയോഗിച്ച് അവരുടെ സ്വാധീനവും ആഖ്യാനവും പ്രചരിപ്പിക്കുന്നു. വാസ്തവത്തിൽ MB സമർപ്പിത മാധ്യമ കമ്മിറ്റികൾ സ്ഥാപിക്കുകയും സർക്കാരുകളെ ദുർബലപ്പെടുത്താനും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. UAE ഒരു രഹസ്യ ബ്രദർഹുഡ് ശൃംഖലയെ നേരത്തെ തന്നെ കണ്ടെത്തി. പ്രാദേശിക MP അഫിലിയേറ്റുകൾ വിദേശത്ത് നിന്ന് ഉത്തരവുകളും ഫണ്ടുകളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികാരം പിടിച്ചെടുക്കാനും ഒരു ദിവ്യാധിപത്യ ഭരണകൂടം സ്ഥാപിക്കാനും ഒരു രഹസ്യ വിഭാഗം പോലും രൂപീകരിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തി. ഈ അപകടകരമായ അജണ്ട കണ്ടെത്തിയപ്പോൾ UAE നിർണായകമായി പ്രതികരിച്ചു. അവർ MBയുടെ മുന്നണി ഗ്രൂപ്പുകളെ പിരിച്ചുവിടുകയും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും അട്ടിമറി പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് വ്യക്തമായ സന്ദേശം അയക്കുകയും ചെയ്തു. 2014 ആയപ്പോഴേക്കും മുസ്ലിം ബ്രദർഹുഡിനെയും അതിന്റെ പ്രാദേശിക ശാഖയായ അൽ ഇസ്ലായെയും തീവ്രവാദ സംഘടനകളായി UAE ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും മറ്റ് തീവ്രവാദ ഭീഷണികളുമായി അവയെ തുലനം ചെയ്യുകയും ചെയ്തു. ദേശീയ ഐക്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഈ ശക്തമായ പ്രതികരണം. ഒരു പ്രത്യയശാസ്ത്ര പ്രസ്ഥാനവും രാജ്യത്തിന്റെ നിയമങ്ങൾക്കോ ദേശീയ പരമാധികാരത്തിനോ മുകളിലല്ലെന്ന് UAE നേതൃത്വം വ്യക്തമാക്കി. വേഗത്തിലും ദൃഢമായി പ്രവർത്തിച്ചുകൊണ്ട് ബ്രദർഹുഡിന്റെ ഭിന്നിപ്പിക്കൽ ശ്രമങ്ങളെ നേരിടുന്നതിൽ UAE അതിന്റെ സാമൂഹിക ഐക്യവും സ്ഥിരതയും സംരക്ഷിച്ചു.
സാരാംശത്തിൽ തീവ്രവാദ രാഷ്ട്രീയ അജണ്ട നിറവേറ്റുന്നതിനായി മതത്തെ കൈകാര്യം ചെയ്യുന്നവരോട് UAE ഇല്ല എന്നും എമിറാത്തി സമൂഹത്തിന്റെ സുരക്ഷ, ഐക്യം, മിതവാദ മൂല്യങ്ങൾ എന്നിവയ്ക്ക് അതെ എന്നും പറയുന്നു. പ്രത്യയശാസ്ത്രപരമായ ഭീഷണികൾക്കെതിരെ ദേശീയ ഐക്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള UAEയുടെ പ്രതിബദ്ധതയെ ഈ വിജ്ഞാനപത്രവും എന്നാൽ ഉറച്ചതുമായ നിലപാട് അടിവരയിടുന്നു. UAE അതോറിറ്റി ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അറബി, ഒരു UAE പൗരൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പോസ്റ്റ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE പോലും മുസ്ലിം ബ്രദർഹുഡിനെ ഒരു തീവ്രവാദ സംഘടനയാക്കി, ഭീകരവാദ സംഘടനയാക്കിയിട്ട് UAEയിൽ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കേരളത്തിലെ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി വഖഫ് ബോർഡ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്? മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവിന്റെ ഫോട്ടോ പൊക്കി പിടിച്ചായിരുന്നു ജമാഅത്തെ ഇസ്ലാമി കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കുമ്പോൾ, തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞ് നിരോധിക്കുമ്പോൾ, കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ബ്രദർഹുഡിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വിജയിക്കാനുള്ള ഒരു തന്ത്രമല്ലേ കേരളത്തിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ കുതന്ത്രത്തെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായിട്ട് വലിച്ചു കയറിയിട്ടുള്ളത്. അത് UAE നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ രാജീവ് ചന്ദ്രശേഖർ ഇതിലൂടെ കേരള പൊതുസമൂഹത്തോട് പറയുന്നത്, ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ല. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡിനേക്ക് തീവ്രവാദ സംഘടനകളാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം ജിഹാദിസം നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് അപകടമാണ്. ആ ജിഹാദിസത്തെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് തീവ്രവാദികൾക്ക് വോട്ട് ചെയ്ത്, അല്ലെങ്കിൽ തീവ്രവാദികളെ വളർത്തുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് പച്ചക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ സകല ജിഹാദികളോടും പറയാനുള്ളത്, ഈ UAE പൗരനെയും UAE അതോറിറ്റി പ്രധാനപ്പെട്ട ആള് ചെയ്ത ഈ എക്സ്പോസ്റ്റ് ചെയ്തിട്ടുള്ള അറബിയെയും നിങ്ങൾ ഇനി സംഖ്യയാക്കോ, അല്ലെ UAE രാജാവിനെയും UAE തന്നെ നിങ്ങൾ സംഖ്യകളുടെ നാടാക്കുമോ? ഇവിടെ ഇങ്ങനെയാണല്ലോ, ജിഹാദിസത്തിനെതിരെ ആര് നിലപാടെടുത്താലും അവരെ സംഖ്യയാക്കുന്നൊരു മത്സരമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന വിഷയത്തില് മറുപടി പറയാൻ ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് ഇവര് ഒന്നുകിൽ സംഖ്യയാക്ക, അല്ലെങ്കിൽ മതത്തിനെതിരെയാണോ എന്ന ഇരവാദം ഉന്നയിക്കുക. ഇതൊക്കെ കേരളത്തിലെ, നമ്മുടെ രാജ്യത്തെ മതഭേദമന്യേ സകലരും തിരിച്ചറിയാം. ജിഹാദിസത്തിന് എതിരെ മൗനം പാലിക്കുന്നത് പോലും അപകടമാണ്, അല്ലെങ്കിൽ ജിഹാദികളെ പിന്തുണയ്ക്കുന്നതിന് സമമാണ് എന്നുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം കൂടി കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നു. സകല മലയാളികളും തിരിച്ചറിയാൻ, നമ്മൾ ജിഹാദിസത്തിനെതിരെ ശബ്ദിക്കണം. ഇതൊരു മതത്തിനും എതിരല്ല. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും UAE ഉൾപ്പെടെ ഈ മുസ്ലിം ബ്രദർഹുഡിനേക്ക് തീവ്രവാദിയാക്കി, തീവ്രവാദ സംഘടനയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിനെ നെഞ്ചോട് ചേർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിച്ച് കോൺഗ്രസ് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വോട്ട് തണ്ടി രംഗത്തെത്തുന്നു എന്നുള്ളത് സകലരും തിരിച്ചറിയുക.